കാലവർഷമെത്തിയതോടെ സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ദുരന്ത സാധ്യതയുള്ള മേഖലകളിലുള്ളവർ ജാഗ്രത തുടരണമെന്ന് നിർദ്ദേശമുണ്ട്. കടൽക്ഷോഭത്തിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വാന്തന സാജു നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് സ്വാന്തന. മഴ കാലവർഷം എത്തി, കനത്ത മഴ പലയിടത്തുമുണ്ട്. ഇപ്പോൾ ഇവിടെ എറണാകുളത്തൊക്കെ നല്ല മഴയുണ്ട്. തിരുവനന്തപുരത്ത് എന്താണ് സാഹചര്യം? കുടപിടിച്ച് നിൽക്കുന്നുണ്ട്. കനത്ത മഴയുണ്ടോ? ഒപ്പം അലേർട്ടുകൾ എങ്ങനെയൊക്കെയാണ്? ഏതൊക്കെ ജില്ലകളിൽ മുന്നറിയിപ്പുകൾ? ഗുഡ് മോർണിംഗ് ഷിയാസ്, ഗുഡ് മോർണിംഗ് ശ്രുതി. തിരുവനന്തപുരത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ രാത്രിയൊക്കെ തന്നെയും ഭയങ്കര മഴയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും മഴ ഒരു അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെറിയ രീതിയിൽ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് മാത്രമല്ല എല്ലാ ജില്ലകളിലും ഇത്തരത്തിൽ വ്യാപകമായി തന്നെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത്തവണ 3 ദിവസം വൈകിയാണ് കാലവർഷം കേരളത്തിലേക്ക് എത്തിയത്. പക്ഷേ കാലവർഷം എത്തിയതോടുകൂടി തന്നെ സംസ്ഥാനത്ത് എല്ലായിടത്തും ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആദ്യത്തെ ആഴ്ച, കാലവർഷം എത്തിയിട്ടുള്ള ആദ്യത്തെ ആഴ്ച വ്യാപകമായി തന്നെ മഴയുണ്ടാകുമെന്ന് നേരത്തെ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നതുമാണ്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ 8 ജില്ലകളിലാണ് ഇന്നിപ്പോൾ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചുകൊണ്ട് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. അത് വടക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും കൂടുതൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ 8 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള മറ്റ് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉള്ള ഒരു ദിവസമാണിത്. നാളെയും മറ്റന്നാളും ഇത്തരത്തിൽ വ്യാപകമായി തന്നെ മഴയുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് 14 ജില്ലകളിലും നാളെയും മറ്റന്നാളും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം 60 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലവർഷക്കാറ്റ് ശക്തമായി തന്നെ കേരള തീരത്തേക്ക് വീശുന്നുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് കാറ്റിന്റെ കൂടി ഒരു മുന്നറിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. തീരദേശത്ത് താമസിക്കുന്ന ആളുകൾക്കും മത്സ്യബന്ധന തൊഴിലാളികൾക്കും പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് ഈ മാസം 8 വരെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കടൽ പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തീരത്ത് താമസിക്കുന്ന ആളുകളോട് ആവശ്യമെങ്കിൽ മാറി താമസിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും അതത് സർക്കാരുകളും ഒക്കെ തന്നെയും കൃത്യമായ രീതിയിൽ ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളും നിലവിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മഴയായതുകൊണ്ട് തന്നെ ഈ അപകട സാധ്യതാ മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് മലയോര മേഖലകളിലും അതുപോലെ തന്നെ പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ള ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകളും ഒക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യം തന്നെയാണ് ശ്രുതി ഷിയാസ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ വ്യക്തമാക്കി. വ്യക്തമാണ്. കാലവർഷം എത്തി, കനത്ത മഴ പലയിടത്തും ഉണ്ട്. നമുക്കറിയാം, ഒരു മഴയൊക്കെ പെയ്താൽ തന്നെ പലയിടത്തും വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകുന്നപ്പോൾ കൃത്യമായിട്ട് ജാഗ്രതയൊക്കെ പാലിക്കുക. മുന്നോട്ട് പോകുമ്പോൾ അധികൃതർ നൽകുന്ന നിർദ്ദേശമൊക്കെ പാലിക്കുക. വിശദാംശങ്ങളാണ് സ്വാന്തന സാജു നൽകിയത്.